കേരള രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷ പോര് മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷമായ പരിഹാസവും വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രിക്ക് പരിക്കേറ്റതും തുടർന്നുണ്ടായ ചികിത്സാ നടപടികളും വെറും അഭിനയം മാത്രമാണെന്നും ഇതിനു പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ തിരക്കഥയുണ്ടെന്നുമാണ് മുരളീധരന്റെ പ്രധാന ആരോപണം. പരിയാരം മെഡിക്കൽ കോളേജിലെ ചികിത്സയെയും എയിംസിൽ നിന്നുള്ള വിദഗ്ധ പരിശോധനയുടെ ആവശ്യകതയെയും മുൻനിർത്തി അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കെ മുരളീധരന്റെ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം മന്ത്രി വീണ ജോർജിന്റെ അഭിനയ പാടവത്തെക്കുറിച്ചുള്ള പരിഹാസമായിരുന്നു. മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് പൂർണ്ണ പരാജയമാണെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിൽ അവർ ഒന്നാം നമ്പറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. 90കളിലെ യുവജനോത്സവങ്ങളിൽ മോണോ ആക്ടിന് സമ്മാനം കിട്ടിയതിന്റെ തുടർച്ചയാകാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും വാർത്ത വായിക്കുന്നത് പോലെ തന്നെ അഭിനയിക്കാനും അവർക്ക് പ്രത്യേക കഴിവുണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. മികച്ച അഭിനയത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് അടുത്ത വർഷം വീണ ജോർജിന് തന്നെ നൽകണമെന്ന പരിഹാസം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. ഈ സംഭവത്തെ വെറും ഒരു അപ്രതീക്ഷിത അപകടമായി കാണാൻ മുരളീധരൻ തയ്യാറല്ല. ഇതിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറും ചേർന്നൊരുക്കിയ കൃത്യമായ പ്ലാൻ ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. സംഭവ ദിവസത്തെ സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിരിച്ചുകൊണ്ട് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയ മന്ത്രിക്ക് സ്പീക്കറെ കാണുന്നത് വരെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സ്പീക്കർ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. അതിന് പിന്നാലെ പെട്ടെന്ന് മന്ത്രിക്ക് കഴുത്ത് വേദനയും അവശതയും അനുഭവപ്പെടുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സംഭവം നടന്ന ഉടൻ തന്നെ മന്ത്രിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയതും അവിടെ മുഖ്യമന്ത്രി നേരിട്ടെത്തി കണ്ടതും ഇതിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുമുണ്ട്. ഈ സമയം കൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPM പ്രവർത്തകർ പ്രതിഷേധങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടുകയായിരുന്നു. ഇത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു കലാപ അന്തരീക്ഷമാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. മന്ത്രിയെ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിനെയും മുരളീധരൻ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ചികിത്സാ കേന്ദ്രം എന്നതിലുപരി CPMന്റെ ഒരു പാർട്ടി ഓഫീസായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. അവിടുത്തെ ചികിത്സാ പിഴവുകളെ കുറിച്ച് ജനങ്ങൾക്ക് നിരന്തരമായ പരാതികളുണ്ട്. എന്നിട്ടും മന്ത്രിയെ അവിടേക്ക് തന്നെ മാറ്റിയത് പരിക്കിന്റെ ഗൗരവം വ്യാജമായി സൃഷ്ടിച്ചെടുക്കാനാണെന്ന് അദ്ദേഹം വാദിക്കുന്നുമുണ്ട്. തന്റെ ആരോപണങ്ങളെ ശരിവെക്കാൻ എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം വന്ന് മന്ത്രിയെ പരിശോധിക്കണമെന്ന് മുരളീധരൻ ആവശ്യപ്പെടുകയുണ്ടായി. എയിംസിലെ ഡോക്ടർമാർ പരിശോധിച്ചാൽ മന്ത്രിക്കേറ്റ പരിക്കിന്റെ സത്യാവസ്ഥ പുറത്തുവരുമെന്നും അങ്ങനെയെങ്കിൽ ആർക്കും തർക്കം ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരിങ്കൊടി കാണിക്കാനെത്തിയ KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചുവെന്ന വാദത്തെയും അദ്ദേഹം പൂർണ്ണമായി തള്ളി. CCTV ദൃശ്യങ്ങളിൽ സത്യം വ്യക്തമാണെന്ന് മുരളീധരൻ പറയുന്നുണ്ട്. സമരക്കാർ മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. പകരം മന്ത്രിയാണ് അവരെ തല്ലാൻ അങ്ങോട്ട് ഓടിപ്പോയത്. പോലീസുകാർ വളരെ കഷ്ടപ്പെട്ടാണ് മന്ത്രിയെ ശാന്തമാക്കിയത്. ഭീരുക്കൾ എന്ന് വിളിച്ച് സമരക്കാർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഓടുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങൾ മറച്ചുവെച്ച് എങ്ങനെയാണ് ആക്രമണം നടന്നുവെന്ന് പറയുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സ്പീക്കർ എൻ ഷംസീറിനെതിരെയും കടുത്ത ഭാഷയിലാണ് മുരളീധരൻ പ്രതികരിച്ചത്. സ്പീക്കർ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു DYFI നേതാവിന്റെ നിലവാരത്തിലേക്ക് താഴരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട സ്പീക്കർ ഇത്തരം രാഷ്ട്രീയ തിരക്കഥകളുടെ ഭാഗമാകുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേരളത്തിലെ ആരോഗ്യരംഗം നേരിടുന്ന പ്രതിസന്ധികളെ മറച്ചു പിടിക്കാനും രാഷ്ട്രീയമായ മേൽക്കൈ നേടാനുമുള്ള ശ്രമമാണ് ഈ സംഭവത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് കെ മുരളീധരന്റെ ആരോപണങ്ങളുടെ സാരാംശം. മന്ത്രിയുടെ പരിക്ക് വെറും നാടകമാണെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ഈ വിഷയം സഭയ്ക്കകത്തും പുറത്തും വലിയ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. എയിംസ് പരിശോധന എന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ ഈ വിഷയം സജീവമായി നിലനിർത്താൻ മുരളീധരന്റെ ഈ പ്രസ്താവനകൾ സഹായിക്കും.